ഏകീകൃത കുർബാന അടക്കമുള്ള സമവായ തീരുമാനം നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ ഡിസംബർ 20-ന് കോടതിയിൽ നേരിട്ട് ഹാജരായി മറുപടി പറയാനാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിനോട് വൈക്കം മുൻസിഫ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈക്കം സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിൽ സിനഡ് കുർബാന ആവശ്യപ്പെട്ട് നൽകിയ കേസിലാണ് വൈക്കം മുൻസിഫ് ഇത്തരത്തിലൊരു ഉത്തരവ് നൽകിയത്. ജൂലൈ 1-ന് കുർബാന സംബന്ധിച്ച സമവായം ഉണ്ടായെന്നും തീരുമാനം വിശ്വാസികളെ അറിയിച്ചുകൊണ്ട് സിനഡിനെ പ്രതികരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും വത്തിക്കനെ പ്രതികരിച്ച് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുതൂരും ഒപ്പിട്ട സർക്കുലർ അത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ സർക്കുലർ വഴി എറണാകുളം അതിരൂപതയുടെ മുഴുവൻ ഇടവകളെയും അറിയിച്ചിട്ടുള്ളതാണെന്നും വികാരിക്ക് വേണ്ടി ഹാജരായ വക്കീൽ കോടതിയിൽ അറിയിച്ചു. ഇതേ തുടർന്നാണ് എന്തായി സമവായത്തിന്റെ തീരുമാനമെന്ന് അറിയാൻ കോടതി ഉത്തരവിട്ടത്. സമവായം സംബന്ധിച്ച മാർ റാഫേൽ തട്ടിലും ബോസ്കോ പുത്തൂരും സംയുക്തമായി പുറത്തിറക്കിയ സർക്കുലർ അത് തന്നെയാണ് കോടതി പ്രധാന പ്രമാണമായി എടുത്തത്. 2024 ജൂലൈ മാസം 1-ാം തീയതി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററും സംയുക്തമായി നൽകിയ ആ അറിയിപ്പിനെ കുറിച്ച് പല വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വിമതർ പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ അറിയിപ്പിനെ കുറിച്ച് വ്യക്തത വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് സഭ ഇപ്പോൾ പറയുന്നത്. പാമ്പ്ളാനി പിതാവിനെ ഇതിന് കുറ്റപ്പെടുത്തരുത് എന്നാണ് അതിരൂപതയുടെ നിലപാട്. സമവായം എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ജൂലൈ 1-ലെ അറിയിപ്പ് ജൂൺ 9-ന് നൽകിയ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ 21-ന് നൽകിയ സിനഡാന്തര അറിയിപ്പിന്റെ നിർദ്ദേശം നൽകുന്ന വിശദീകരണമാണ്. അതിന്റെ അർത്ഥം ജൂലൈ 1-ലെ അറിയിപ്പ് അതിൽ തന്നെ പൂർണ്ണമായതോ പുതിയ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചതോ ആയ രേഖ അല്ല എന്നാണ്. 2024 ജൂൺ 9-ന് നൽകിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ ജൂൺ 14-നും 19-നും കൂടിയ ഓൺലൈൻ സിനഡ് സമ്മേളനം ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ നൽകിയ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ജൂൺ 21-ലെ സിനഡാന്തര അറിയിപ്പ്. സിനഡാന്തര അറിയിപ്പിലെ നമ്പർ 2-ൽ പറഞ്ഞിരിക്കുന്ന കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി ആരംഭിക്കുന്നത് ലക്ഷ്യമിട്ടും സഭയിൽ ഉണ്ടാകാമായിരുന്ന പിളർപ്പ് ഒഴിവാക്കാനും 28/6/2024 30/6/2024 ചേർന്ന പെർമനന്റ് സിനഡിന്റെ അംഗീകാരത്തോടെയാണ് ജൂലൈ 1-ലെ അറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്നാണ്. വളരെ വ്യക്തമാണ് അപ്പൊ കാര്യങ്ങൾ. ജൂലൈ 1-ലെ അറിയിപ്പ് അത് സിനഡിന്റെ കൂടി അറിവോടെ നൽകിയ അറിയിപ്പ് തന്നെയാണ്. എന്താണത്? ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് അന്ന് സിനഡ് നൽകിയത്. സിനഡാന്തര അറിയിപ്പിലെ നമ്പർ 2-ന്റെ അടിസ്ഥാനത്തിൽ ഏകീകൃത രീതിയിൽ ഒരു കുർബാന ചൊല്ലിത്തുടങ്ങുന്ന സന്നദ്ധത മധ്യസ്ഥർ മുഖേന അതിരൂപതയിലെ വൈദിക ആത്മായ പ്രതിനിധികൾ പ്രകടിപ്പിച്ചിരുന്നു. അവരുമായി ചർച്ച നടത്തുന്നതിനാണ് മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിനെ സിനഡ് നിയോഗിച്ചത്. 30/6/2024 ചേർന്ന പെർമനന്റ് സിനഡാണ് ആ പാമ്പ്ളാനി പിതാവിനെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചത്. ജൂലൈ 1-ന്റെ അറിയിപ്പിനാസ്പദമായ ചർച്ചയിൽ പങ്കെടുത്ത് ഒപ്പിട്ടിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള വൈദികർ ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാന പോലും പരസ്യമായി ഇതുവരെ അർപ്പിച്ചിട്ടില്ല. ഒപ്പിട്ടിരിക്കുന്ന അൽമായർ വിവിധ ഘട്ടങ്ങളിൽ ചർച്ചകളിൽ നിർദ്ദേശങ്ങളെ തള്ളിപ്പറയുകയും തങ്ങൾ ഈ സമവായത്തിൽ നിന്ന് പിന്മാറുന്നു എന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ സമവായം എന്ന നിലയിൽ ഈ അറിയിപ്പിനെ വ്യാഖ്യാനിക്കുന്നതിൽ ഒരർത്ഥമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതൊരു അറിയിപ്പാണ്, സമവായമല്ല. ജൂലൈ 1-ന് അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പരിശുദ്ധ സിംഹാസനം നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് അതിരൂപതയിലെ 8 ഡീക്കന്മാർക്ക് ഈ മാസം ആദ്യം പുരോഹിത പട്ടം നൽകിയത്. അവർക്കും ഏകീകൃത രീതിയിൽ മാത്രമേ ഇനി അങ്ങോട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അനുവാദമുള്ളൂ. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനാണ് അതിരൂപതയിലെ മറ്റ് വൈദികർ തയ്യാറാകണമെന്ന് നിർദ്ദേശം നൽകിയത് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ. ജൂലൈ 1-ന്റെ അറിയിപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിന് പുറമെ ഓരോരുത്തരും അവരുടെ യുക്തിക്ക് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നവയല്ല എന്ന് ഇതോടെ വ്യക്തമാണ്. ധാരണകളിൽ നിന്ന് പിന്മാറിയവർ ഇത്തരം കാര്യങ്ങൾ സമവായം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും ഞങ്ങളാ സമവായത്തിൽ നിന്ന് പിന്മാറുന്നു പറയുന്നത് ദുരുദ്ദേശപരമാണെന്ന് സഭ വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് കോടതികളുടെ ഉത്തരവ് ലഭിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ കോടതി തീരുമാനം തന്നെയാണ് നിലനിൽക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. ഏകീകൃത കുർബാന തങ്ങളുടെ ഇടവകളിൽ അർപ്പിക്കപ്പെടണമെന്ന ആവശ്യവുമായി കോടതികളിൽ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്ന പള്ളികളിലും ജൂലൈ 1-ന്റെ അറിവ് പ്രകാരം ഏകീകൃത രീതിയിൽ തന്നെ ഇനി അങ്ങോട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നാണ് അതിരൂപതയുടെ വ്യക്തമായ നിർദ്ദേശം. സിനഡിന്റെ സെക്രട്ടറിയായ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നൽകാൻ നിയോഗിച്ചത് സഭാ സിനഡും പെർമനന്റ് സിനഡുമാണെന്നത് വ്യക്തമാണ്. സിനഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായതൊന്നും പാമ്പ്ളാനി പിതാവ് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് രൂപത സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്തരത്തിൽ സിനഡ് പിതാക്കന്മാർ ഭാരമേറിയ ഒരു ഉത്തരവാദിത്തം
ഏൽപ്പിച്ച് അത് ധീരത നിർവഹിച്ച ജോസഫ് പാമ്പ്ലാനി പിതാവിനെ അകാരണമായി വിമതരടക്കം വിമർശിക്കുന്നതും ഔദ്യോഗിക പക്ഷം പോലും സഭ പോലും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുന്നതും സഭയിലെ ഒരു വൈദികൻ പോലും കുറ്റപ്പെടുത്താതിരിക്കണം, അതൊരു തരത്തിലും നീതീകരിക്കാനാകാത്തതാണ്. പാമ്പ്ലാനി പിതാവ് ചെയ്തിരിക്കുന്ന എല്ലാം സഭയോട് ചേർന്നും സഭയ്ക്ക് വേണ്ടിയുള്ളതുമാണെന്ന് ഇതാ രൂപത സഭ വ്യക്തമാക്കുകയാണ്.